ഹലോ. ജോണി മാമനെ കൂടെ കൊറിയൻ കാർലോ. അതെ, ആ പാവം കുക്കുരു ഡ്രസ് പറയാൻ അറിയാതെ അവിടെ നിൽക്കും. ഇതാരാ? ഹലോ, ഇതാരാ? ഹലോ, സേഫ് എവിടെ വെച്ച് വേനത്ര ദിവസം ഇവനെ വേണം ഇവിടെ. എന്ത് വേണം ഈ മോദയൊക്കെ നോക്കി മിണ്ടരുത്. അവസ്ഥ അതല്ല, പുള്ളി എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചാലേ ഇൻവെന്ററി കാണുള്ളൂ. അതെ, അറിയാതെ കളഞ്ഞുപോയി. ഊരി കൊടുക്കുക കള്ളവനെ. ജോണി മാമനെ കൂടെ കൊറിയൻ കാർലോ. എന്റെ ചുണ്ടിന്റെ സർജറിക്ക് ഞാൻ പോകാൻ തുടങ്ങുന്നുള്ള കാരണം ഇത് എവിടെ ചെയ്തത്? അയ്യോ, അതെ, ആ പാവം കുക്കുരു ഡ്രസ് പറയാൻ അറിയാതെ അവിടെ നിൽക്കും. ക്ലോസ് ആയി പോയണ്ട. കുക്കുരു നല്ലൊരു ഡ്രസ് ഒന്ന് ഈ കൊച്ചു കള്ളന്മാര് കണ്ടിരുന്നു. എന്തൊക്കെ ഐറ്റങ്ങള്. ഹെൽപ്പ് ചെയ്യോ? ഫീലിംഗ് എന്തെങ്കിലും ഞാനിപ്പോ ഫീലിങ്ങോ? എനിക്ക് ഇപ്പഴാണ് കാരണം ഒരു ആശ്വാസമായതേ. ഈ താടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതല്ലേ ഞാനിങ്ങനെ മാസ്ക് വെച്ച് നടക്കണത്. എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് ചുണ്ടാണ് പ്രശ്നം പറ്റിപ്പോയത്. ചുണ്ടത് ലിപ്സ്റ്റിക് വെച്ചോ? കാരണം ഞാൻ കളിയാക്കുമല്ല, നമ്മുടെ രണ്ടിന്റെ ചുണ്ട് ഒരുപോലെ കാർലോടെ തത്തമ്മ ചുണ്ട് പോലെ ഇരിക്കണേ. എല്ലാ കൊച്ചു പൂജിച്ചാ കൊറിയ സ്കിന്റെ പറഞ്ഞിട്ട് പുള്ളി വിചാരിച്ച പുള്ളി ഓക്കെയാണെന്ന് ശരി. ഞാൻ ഓക്കെ അപ്പോ ഇയാൾക്ക് കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ ഹലോ, ഇതെന്ത് സ്റ്റൂള് കാലിലൊട്ടിച്ച് വെച്ചിരിക്കണം? എന്തൊരു നീളം ഇത്. ശരിപ്പാ, ഇത്ര പൊക്കം എങ്ങനെ ഇത്? ഹൈറ്റ് ഇല്ലാത്തവർക്ക് മറ്റേ ബാൻഡേജ് ഇപ്പൊ റെഡിയായി. എന്റെ അമ്മ മുഹമ്മദ് അനാഫ് ബ്രോ, താങ്ക് യു സോ മച്ച്. 10 സബ്സ്ക്രിപ്ഷൻസ്. 7000 രൂപ എന്തോണത് ഹലോ നീലിഷേട്ട. ഹലോ ബ്രോ, താങ്ക് യു സോ മച്ച് അനാഫ് ബ്രോ. ഇതെന്താണ് അപ്പൊ സാധനം? ഇതാണ് വാസവ നേരത്തെ ചോദിച്ചില്ലേ, ആർമർ പോട്ടും റേഡിയോ കൊടുത്തേനാ റേഡിയോ. ഞാൻ വാസവനോട് റേഡിയോന്റെ ഇത് പറഞ്ഞില്ലേ? ഗീവ് ഐറ്റം ഞാൻ നോക്കട്ടെ. എനിക്കിവിടെ ഇതാണ് ഇവിടുത്തെ ആർമർ പോഷൻ. എന്റെ അമ്മ, ഇത് കുറച്ചധികം നേരം ഉണ്ട് കേട്ടാ. അതെന്തായാലും നന്നായി. ജോയിന്റ് വീട് എന്നൊക്കെ ഉള്ളത് മാറിയത് നന്നായി. കണ്ട, ഇതിപ്പോ അതിനൊരു ഐഡന്റിറ്റി, ഒരു പേരുണ്ട് കണ്ട. അങ്ങനെ തന്നെ വേണ്ട, ആർമർ ഹെൽത്ത് അങ്ങനെ തന്നെ ആയി. അത് കണ്ട, ആർമർ ഹെൽത്ത് അങ്ങനെ തന്നെ ആയി. അത് സെറ്റ്. കിൽഫീഡ് അറിഞ്ഞുവിടറ ഉണ്ടോന്ന് ചോദിക്കണം. അയ്യോ, കറക്റ്റ് വന്നല്ലേ ഇവിടെ? ഒറ്റപ്പെട്ട് നടക്കുവായിരുന്നേ കൊറേ നേരം. എടാ ഒരു മിനിറ്റ്, ഞാൻ നിന്നൊന്ന് കൊന്നോട്ടെ. ഒന്ന് കൊല്ലുവാണ്. അല്ലല്ല, അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതിപ്പോ പൊക്ക്, പുള്ളി പൊക്ക്. ഞാൻ അവനൊന്ന് പൊക്കിയത്. നമ്മുടെ ഇവനാ. ഇതാരാ? ഹലോ, ഇതാരാ? ഹലോ, സേഫ് സോണി എവിടെ വെച്ച് വേനത്ര ദിവസം ഇവനെ വേണം ഇവിടെ. അല്ല, ഞാൻ അറിയാൻ വേണ്ടി
ഇതാരാ ഇത്? പോലീസ് യൂണിഫോമിൽ നിന്ന് ഇപ്പഴാണ് വെളിയിലോട്ട് ഇറങ്ങുന്നേ. ഷർട്ട് പോലും കിട്ടിയില്ല അപ്പാ. കിട്ടിയ കോട്ട് വിട്ടോട്ടേക്ക് ഇറങ്ങി. വാസുവിനെ ഇത് നോക്കുമ്പോ വാസുവിന് എന്ത് ഭേദം, ഈ ബോധയൊക്കെ നോക്കി. മിണ്ടരുത്. അവസ്ഥ എന്റെ പൊന്നു വാസു ശവത്തെ കുത്തരുത്. നമ്മളെയൊക്കെ ലിപ്പ് മാത്രമേ ആഴുമ്പോളൂ, നിങ്ങളെ കൂള് വെച്ചേക്കുന്ന പോലുണ്ട്. എന്തൊക്കെയാണോ എന്തോ ചൈനയിൽ നിന്ന് ജനിച്ചു വീണോലെ. അപ്പൊ ഒന്ന് കാണണേ ഈ ഇല്ല, കാണത്തില്ല. അണ്ണാ അണ്ണന്റെ അനിയനെ കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടു. ഇതാരാണ് ഇത്? ഹലോ, 2 മാസം. ഹലോ, സുഹൃത്തെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവനല്ലോ കേട്ടോ. എവിടെ ഉടുപ്പ് നിക്കറൊക്കെ ഊരി തരൂ. ഒരു തരാടോ ഇത്. എടാ നിന്റെ ഇൻവെന്ററി കണ്ടോ? അത് എടുത്ത് ഇടവാ. ഇല്ലണ്ണ, അതില്ലണ്ണ, ഇൻവെന്ററി ഉണ്ട്, ഇൻവെന്ററി ഞെക്ക്. അതില്ല. ഇവന്ററിക്കകത്ത് താഴെ എടുത്തിട്ടായിരുന്നോ? അതല്ല, പുള്ളി എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചാലേ ഇൻവെന്ററി കാണുള്ളൂ. അതെ, ഞാൻ സ്വസ്ഥ അറിയാതെ കളഞ്ഞു പോയി. എടാ ഷോർട്സ് എനിക്ക് എടാ വൈറ്റ് ഷോർട്ട് പേരും മാറ്റേ ആ ഷർട്ട് ഊരിക്കേ. മാത്രം ഒരു മാറ്റമില്ല കേട്ടാ. ഞാനൊന്ന് ഇങ്ങോട്ട് വരാം. അണ്ണാ നമ്മള് 2 മാത്രമേ ഉള്ളെന്ന് തോന്നേട്ടാ. നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ മാസ്ക് ഒന്ന് ഊരിയേ. എന്റെ എല്ലാം കറക്റ്റ്, എന്നെ പേടിക്കണ്ട. എനിക്ക് ലിപ്സ്റ്റിക് ഒന്നുമില്ല. നോക്ക്. അയ്യോ, താടി വെക്കുന്നത് എനിക്ക് ചെറിയൊരു താടി ഉണ്ടായിരുന്നേ. എടാ നിനക്ക് മാത്രം ഒരു പ്രശ്നമില്ലടാ. അതെന്തിനാന്നറിയാമോ? അത് പെഡിന്റെ ഇഷ്യ. അത് ഞാൻ പുറത്തു. അതെനിക്ക് വേറൊരു സിനിമാറ്റിക് സെററിലൊക്കെ ഉണ്ട്. ഇത് ലിപ്സ്റ്റിക് ഇട്ടോട്ടിരിക്കും. എന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇരിക്കുവാണ്. കൊള്ളാം. ഞാൻ ഇനി കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ഫങ്കി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ പോണം. തരുന്നുണ്ട്. കൊറേ കിട്ടുന്ന സാധനം ഉണ്ട് കേട്ടോ. തപ്പി എടുക്കണം ഇനി. തപ്പിയെടുക്കണം. കൊള്ളാലോ വണ്ടി. കലവനെ കേറ. എടാ കൊച്ചേ, എടാ ജോണി എന്തേ? എന്തായാലും നിക്കറില്ല മാറ്റേ. ജോണി ആരെയും വിളിക്കുന്നു. ആ വണ്ടി എടുക്ക. ആ വണ്ടി അടുപൂടെ വിടുവാ ഫ്രണ്ടില്. കൊച്ചു ചേട്ടാ അത് കയറാ. കുക്കുടൂനെ വിളിയടാ. നമുക്ക് ഇവിടുന്ന് മൂവി തുടങ്ങാം. ഓക്കെ വായ. നമ്മുടെ വീടൊക്കെ അവിടെ തന്നെ ഉണ്ടോ? അതോ കളഞ്ഞെടുത്ത്? വീടുകളൊന്നും വന്നിട്ടില്ല. ആദ്യം പോയി നോക്കിയത് അതാണ് ഞാൻ. അപ്പൊ ഈ ചാറ്റ് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാ? മറ്റേ ഈവൻസ് മൊത്തം മാറി കിടക്കാം. റേഡിയോ വേണ്ടേ കയ്യില്? പണ്ടി എല്ലാം തരാം. രണ്ടിനും സോൺ ചെയ്ത് വെക്കണം. പിന്നെന്താ വണ്ടിക്കകത്ത് വെച്ചാൽ കാര്യം അറിയില്ല. ബ്രേക്ക് പോയി. ഇവിടെ മനുഷ്യന്റെ ചുണ്ടി പോയി. ഇതെന്ത് ടോളും കൊടുക്കണോ ഇനി? ടോള്. ഓക്കെ, ഇപ്പൊ വാറിന് 6 വണ്ടി പോകുമ്പോ നഷ്ടം. വാറ് നഷ്ടം. അല്ല, ഈ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ 5 കിട്ടും. അപ്പൊ അത് ശരിക്കുള്ള സ്റ്റോളാണോ അതോ ചുമ്മാ ഷോയ്ക്ക്? അല്ലല്ല, പൈസ പിടിക്കും. ഒരു വണ്ടിക്ക് എത്ര രൂപ പിടിക്കും? നമ്മളത് തീരുമാനിച്ചില്ല. നമ്മള് ഒരു ടോള് 1 സൈഡ് ഒരു 50,000 രൂപ പിടിക്കാന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ സിറ്റിയിൽ സൈക്കിളിൽ വേണ്ടി നടക്കാം. സൈക്കിളിലുണ്ട് ടോള്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് നമ്മുടെ ഗ്യാങ് സാൻഡി സൈഡോട് ഷിഫ്റ്റ് ചെയ്യണം. അതെന്താ അങ്ങനെ സംസാരം? പിന്നെ അവിടെ എപ്പോഴും വാറക്കണം. ഇവിടുത്തെ സൈക്കിൾ വേണ്ടിയല്ല പോവാ. ആ വീടോട് കൂട്ടി അങ്ങോട്ട് മാറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാ. അതിനോട് വേറെ ഇതോടത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആ കുണ്ണ ക്യാമറക്കകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 50,000 കോടി ഒന്നും അടയ്ക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ആ ക്യാമറ വെച്ചത് പോലീസുകാരാ. അവർ ഇനിയും വെക്കുന്നത്. ഇപ്പൊ ഇല്ലല്ലോ ക്യാമറ അവിടെ ഉണ്ടോ? ഇല്ല, ഞാൻ ഒന്നും പറയണില്ല. പറഞ്ഞതിന്റെ ഒക്കെ എനിക്ക് വേണ്ട. റേഡിയോ ഇനി എന്തെങ്കിലും പറയുവാണെങ്കിൽ അഡ്മിൻസിനെ ഞാൻ ഓണേഴ്സിനെ പറയത്തുള്ളൂ.
പോയി പോയി ആ ആ ഫിറ്റ് ചെയ്ത ഫസ്റ്റ് പള്ളി കേട്ടോ സിറ്റിയിലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല വാസുവിന്. മനസ്സിലായോ? അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കണ്ടോ. ഹായ് അപ്പൊ സിറ്റി ഹലോ. കൊണ്ടുപോകണം. പിന്നെന്താ അപ്പൊ ഒരുപാട് കളർ മരങ്ങൾ വന്ന് ആ സത്യം സത്യം അവിടെ ഇവിടെ എല്ലാം ഇനി എല്ലാവരുടെയും മോണ്ടേജ് ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും. കളറായിട്ട് ഇരിക്കുന്നല്ലേ. ആ സത്യം സത്യം ഉണ്ട്. ഒരുപാട് മരം എല്ലായിടത്തും സിറ്റിയിൽ എല്ലായിടത്തും കുറെ കളർ മരം. അത് പറഞ്ഞപ്പോഴേ കാരണവനെ ആ പണ്ട് ഞാനിങ്ങനെ വാസവനോട് പറയായിരുന്നു, വാസവന്റെ കൈ കൊണ്ടുള്ള ഐശ്വര്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഐശ്വര്യം അല്ലേ. അതെ 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 അതെ. ആ നമ്മൾ അന്നാ ഡേ തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ട് വെച്ചടി കേറ്റായിരുന്നു. ആ. ഞാൻ ആ ഹിസ്റ്ററി ഇങ്ങനെ പഴയ കാര്യങ്ങളൊന്നും പറയുകയാണ്. ഓർമ്മിക്കില്ല അപ്പ. മതിയായില്ലേ? കഴിഞ്ഞോണ്ടല്ല കാറിലെ കഴിഞ്ഞോണ്ട് കണ്ടപ്പോ എന്നോട് പറയാ കാസ്ട്രോ, ഞാൻ രോസി പറയുവാണേ കാസ്ട്രോട് പറയുവാണേ ആ മാസമാണ് നമുക്കൊക്കെ ലോക്കൽ അത്യാവശ്യം റവന്യൂ ഉണ്ടായിരുന്നു. ആ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടാഞ്ഞത് നന്നായി. അത് നടക്കത്തില്ലാത്ത പൈസയാകുന്നു. ആ, ഞാൻ പറഞ്ഞു. സത്യം ആ മാസം ആർക്കും പൈസ ഇട്ടിട്ടില്ലല്ലേ. ഇല്ലല്ല സത്യമായിരുന്നു വാസവനെ. അതൊക്കെ അതൊക്കെ ഒരു കാലം അല്ലേ. അതൊക്കെ പുതിയ വഴി, ഇതൊക്കെ പുതിയ വഴി മറ്റേത് നേരെ ബ്രിഡ്ജിലോട്ടുള്ള വഴി. ഓക്കെ ഇപ്പൊ ഇനി ഇവിടെ ആയിരിക്കും പറ്റില്ല മല തുറന്ന് ആൾക്കാര്. നമ്മളെ സാൻഡിയില്. ഓ നല്ലേ പറഞ്ഞേ, കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ കമ്പനി. പക്ഷെ ആ ഈ പർപ്പിൾ കളറ് മരം ഒരുമാതിരി ആർട്ടിഫിഷ്യൽ ലുക്ക്. ഇത് right side ല് ഒരു സാധനം റെഡ് ഒക്കെ ഉണ്ട്. കൊള്ളാം. നോക്ക് കണ്ട പണ്ട് അത് നമ്മുടെ ഈ റെഡ് ഇതൊക്കെ കൊള്ളാം. ആ പർപ്പിൾ ഒരു ആർട്ടിഫിഷ്യൽ കളറായി പോയി. മാറി നോക്കാം. ഏതാ വഴി? ഒരു ചെറിയ വഴി ഉണ്ടായിരുന്നു. ഇത് ഈ കളറും കൊള്ളാം, കുഴപ്പമില്ല വലിയ. ഓ നെവർ മൈൻഡ്. അത് ഇല്ലല്ലോ ഇവിടെ അങ്ങനെ വഴി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ ഏതാ ഇവിടെ ഇങ്ങനെ വഴി. ഇപ്പൊ വന്ന വഴി ഇത് കണ്ടോ കള്ളവരെ വാസവനെ, ഇത് തൊട്ട് എയർപോർട്ടിന്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലോക്ക് ചെയ്തോ? ഇതിനുണ്ടോളോ? ഇതിന് ടോളൊന്നുമില്ല. അതിന് ടോളില്ല, അതിന് ടോളില്ല. ഇത് ഇതാണ് നമ്മുടെ ഏത് സ്ഥലം? ഇതാണ് സാൻഡി എയർഫീൽഡ്. എയർഫീൽഡ് അല്ലേ ഇത്? അതെ, ഇതാണ് സാൻഡി എയർഫീൽഡ്. ഇതവന്റെ മിലിറ്ററി ബേസ് എയർപോർട്ട് പോലെ ഇപ്പൊ ലോക്ക് കേട്ടോ, ഇത് ഫുള്ള് ഇതാക്കി അപ്ഗ്രേഡ് ചെയ്തത്. ഒന്നും നോക്കല, കാശ് വാരി പറഞ്ഞേ. ആശുവാരി പറഞ്ഞല്ലേ, കൊള്ളാം. ഓ സൂപ്പർ. അപ്പൊ ഇത് സ്ഥലമേ മാറ്റിക്കളഞ്ഞേട്ടാ. ടൈലൊക്കെ ഇന്റർലോക്ക് കിട്ടും ഇവിടെ. അപ്പൊ സാൻഡി കണ്ട എന്താ ഞാൻ പറയും. പറയട്ടെ, നിങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഒക്കെ മുഖം ഇല്ലാണ്ടാക്കി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് സെർവർ സൈഡിൽ നിന്ന്? അത് ഒരു 15,000 രൂപയോളം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തല്ലേ? ചെയ്താൽ അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കേട്ടാ. ഈ സിറ്റിയിലുള്ള എല്ലാരെയും ഊമ്പന്മാരെ പോലെ ആക്കി കളഞ്ഞു മുഖം. ഇൻവെസ്റ്റ്മെന്റ്. ഇത് എന്തിനാ മുടക്കിയെന്നറിയോ ഈ പൈസ? വാസുമോനെ, ഇവിടെ ബാക്കിയുള്ളവന്മാർക്കൊക്കെ ഫുള്ള് പെണ്ണ, മനസ്സിലായോ? വാസുമോന്റെ മോന്ത മാത്രം മറ്റേ ഓഞ്ഞിരിക്കുവായിരുന്നു. ഇപ്പൊ നോക്കി, ഇപ്പൊ ബാക്കി എല്ലാം ഓഞ്ഞിരിക്കുക. വാസുമോൻ സുന്ദരൻ. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ടിലൊരു ബിൽഡിംഗ് ഉണ്ടത് കെട്ടി എറിയും ഫ്രണ്ട് വണ്ടിയുടെ ഫോർ സെയിൽ. ഇപ്പൊ ലെഫ്റ്റ്. ഇതാണ് ബോർഡിൽ ഇപ്പൊ ഫോർസ് ഇല്ല. ഇത് നമ്മുടെ ഹലോ. ഓ മനസ്സിലായി മനസ്സിലായി. ഇത് വായില്ല വായിലും വായിലല്ല, വായു. ഇത് റെയിൽവേ സ്റ്റേഷൻ. ഇനി കുറച്ച് കഴിയുമ്പം അവിടെ ഒരു ട്രെയിൻ ഓടി തുടങ്ങും സിറ്റി ഫുള്ള്. ട്രെയിനിൽ നിന്ന് അടി കാണാം. ഓ യഥാർത്ഥത്തിൽ ട്രെയിൻ വരും. അപ്പൊ വരുന്ന സമയത്ത് ട്രെയിനിലേക്ക് കയറി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിടിക്കേണ്ടത് ബാക്കി പോകുന്നവരുടെ ഉത്തരവാദിത്വം. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഓ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് മറ്റേ പഴയ ബിൽഡിങ്ങുകൾ പോലെയായി. എന്നുവെച്ചാ ഭയങ്കര മോഡേൺ ബിൽഡിംഗ് അല്ല, കുറച്ച് പഴയതാണ്. കാരണം സാൻഡി അല്ലേ. അതെ അതെ, കൊള്ളാം അല്ലെ, കൊള്ളത്തിലെന്നല്ല പറഞ്ഞ, അങ്ങനത്തെ ഒരു ലുക്കായെന്ന് പറഞ്ഞേ. ഇത് ഹോസ്പിറ്റല്. ഇതൊക്കെ പിന്നെ നമ്മുടെ പഴയ ഇതൊക്കെ അറിയാലോ. ഇതൊക്കെ പേര് കേട്ട പിന്നെ ഇതാണ് മാറിയോ? സാൻഡിയുടെ ബീച്ച്. സാൻഡി ബീച്ച് കൊള്ളാം. എന്റെ അമ്മ ഇത് സ്പോട്ടായി. മനോഹർ, താങ്ക് യു സോ മച്ച്. 10 സബ്സ്ക്രിപ്ഷൻ അഗൈൻ. സാൻഡി ബീച്ച്.
മറ്റേ മരുഭൂമിയൊക്കെ മാറി എടുത്ത് വീശി ഇവിടെ. സാൻഡി ഒന്ന് മൊത്തത്തിലൊന്ന് താങ്ക് യു സോ മച്ച്. പുഷ്പിപ്പിച്ച് കൊള്ളട്ടെ. ഈ ബിൽഡിംഗ് ഒക്കെ പുതിയല്ലേ ഈ റൈറ്റിലുള്ള ഈ സാധനം ഇതെല്ലാം പുതിയത്. ഇത് ആക്ച്വലി Thank you so much, Vincent. ഈ സ്ഥലം ഉണ്ടല്ലോ രാത്രിയിൽ വരണം. ഇതിന്റെ അകത്തൂടെ രാത്രിയിൽ കിഡിലം വൈബാണ്. ഫോട്ടോ എടുക്കാൻ കുറെ സ്ഥലമല്ലേ. രാത്രിയല്ല ഇനിയിപ്പോ വാറിനെ ബോണ്ടേജിലൊക്കെ നല്ല കളർഫുൾ സ്ഥലത്താണ് അടി മേടിക്കാം. ഇത് ഗാരേജാ. പിന്നെ വാസവൻ അറിയാൻ വഴിയില്ല, പക്ഷെ കാറിലോൻ അറിയാൻ വഴി ഉണ്ടായിരിക്കും. ഫിഷിങ്ങിന്റെ ഒരു ഏരിയ ഇത്. അതെ ഇതിന്റെ അതെന്താ അപ്പൊ പങ്കന് പ്രസ്ഥാനം? അല്ല നമുക്ക് പിന്നെ വീർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് പറഞ്ഞതാ. കാറിലെ ഇവിടെ മീൻ പിടിക്കാനൊന്നുമല്ല വരുന്നത്, എനിക്ക് അതായിട്ട് അറിയാം. ആ ട്രക്ക് എന്തായി ട്രക്കിന്റെ സാധനം ട്രക്ക് അപ്പുറത്തെ വഴി പോവാ. ട്രക്ക് തൽക്കാലം വരത്തില്ല. ജോബുകളെല്ലാം പുതിയ ജോബുകളാണ് വന്നിട്ടുണ്ട്. നല്ല ഗ്രാഫിക്സ് ഇത് ചർച്ചയാണ് കേട്ടോ. ഇതിന്റെ അകത്ത് വെച്ച് കല്യാണം നടത്താൻ നടക്കുവാണെങ്കിൽ പെണ്ണ് കിട്ടിയ ഈ കല്യാണ കാര്യങ്ങളെ പറ്റി നമുക്ക് ഇവിടെ അല്ലേ വേണ്ടല്ലേ? വേണ്ട 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 പാപ്പ. അത് ശരിയാണ്. കല്യാണം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണല്ലോ. ഇതിന് കല്യാണത്തിനെ റൊമാൻസിനെയൊക്കെ പറ്റി പറയുമ്പോ കാറിലേക്ക് അത് ജനന്റെ വീടും എനിക്കത് വേറെ വീടുമാണ്, മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ആ ഡിസ്കഷൻ വേണ്ട. ആ ടോപ്പിക്ക് നിർത്തിയേക്കാം. നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഇനി ഒരു ഇതെങ്ങോട്ടാ? അത് പറഞ്ഞപ്പോ എടാ കൊച്ചു ചേട്ടാ, ആ പെറ്റ് ഷോപ്പ് എവിടെ ആയിരുന്നടാ? ആ വിട് പെറ്റ് ഷോപ്പിലോട്ട് വിട്. പെറ്റ് ഷോപ്പോ? പെറ്റിനെയൊക്കെ മേടിക്കാൻ പറ്റുമോ? പിന്നെ ഒരു കിടുക്കം പെറ്റിനെ രണ്ടുപേർക്ക് വാങ്ങി തരാം. ഇത് കോംപ്ലിമെന്ററി എന്ന് കരുതിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ എപ്പോഴാ പെറ്റിനെ വെളി ഇറക്കരുത് കേട്ടോ. റെയറാണ് സാധനം. ഇല്ല കാരണം അങ്ങനെ ഒരുപാട് പേർക്ക് ആ പെറ്റ് കാണത്തില്ല സിറ്റിയിൽ. നമ്മളത് വളരെ റെയർ ആയിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം, ഇത് ഇന്നത്തെ ഫുൾ ഹൈപ്പ് വെച്ചിട്ട് ഞാൻ പറയാണ്. ഇന്നത്തെ ഹൈപ്പ് വെച്ചിട്ട് ഞാൻ പറയാം, അവിടെ ചെന്നിട്ട് വല്ല അണ്ണാനെയോ മരപ്പട്ടിയോ കൊളയട്ടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിടിച്ചു തരണം. അങ്ങേര് എലി ഏറ്റവും ഇഷ്ടപ്പെട്ട എലി. ആ എലി എല്ലാം നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇവിടെ മരം വന്നോ? അത് കളർഫുൾ ആയിട്ട് തോന്നുന്നതാണോ? ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് റേഡിയോയുടെ സൗണ്ട് കൂട്ടാൻ പറ്റും. റേഡിയോയുടെ സൗണ്ട് കുറവല്ലേ? നേരെ അല്ലേ? അതെ നിങ്ങളെന്തൊക്കെ ഇരിക്കുന്നേ? രണ്ടുപേരും കൂടെ മിണ്ട്. ഞാൻ ഇങ്ങനെ കൈ തന്ന സാധനങ്ങൾ ഓരോന്ന് തുറന്നു നോക്കുക, എക്സ്പ്ലോർ ഒക്കെ ചെയ്യായിരുന്നു. റേഡിയോ സെറ്റിംഗ്സ് ഒക്കെ മാറ്റി നോക്കുമായിരുന്നു. റേഡിയോയിൽ ഒരുപാട് സിറ്റിയില് നിങ്ങളായിട്ട് സിറ്റിയില് ഒരു ഫിൽറ്റർ കയറ്റിക്കൊള്ളു നീല കളറില്. മൊത്തത്തിൽ നീലമയുണ്ട്, ഒരു നീലമയുണ്ട്. നമ്മുടെ ടീം നീലയാണല്ലോ. ഇത് കുറച്ചും കൂടെ ഷോർട്ട് കട്ടാണ്. പലയിട്ട് ഇത് എന്തോരം വഴിയുള്ളത്, കാണാൻ പഠിക്കണമല്ലോ. ഇതാ പഴയ വഴിയല്ലേ? അല്ലല്ലേ? ഇത് പലയിട്ടോട്ടുള്ള വഴിയാണ്. ഓപ്പൺ അല്ലായിരുന്നല്ലോ, ക്ലോസ് അല്ലായിരുന്നു. അതൊന്നും മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. അതേപോലെ കുറച്ച് കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഒരു 20%. ആഴ്ചകളിലായിട്ടായിരിക്കും ഇനി എന്താണ് പറയാ അപ്ഡേറ്റുകൾ പുഷ് ആവുന്നത്. പിന്നെ ഇപ്പം ഇതുവരെ കാണിച്ച് 20% കേട്ടോ. നമ്മുടെ സർവറിൽ എന്തായാലും 50% കിടപ്പാണ്. സാൻഡിന്ന് പലയിട്ടിലോട്ടൊക്കെ പെട്ടെന്ന് എത്തല്ലേ? തടല്